നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സൌകര്യമില്ലെന്ന് ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി. പ്ലാന്റിൽ പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കാനുള്ള യന്ത്രങ്ങളോ സൌകര്യങ്ങളോ ഇല്ല. ഒരു ഷെഡ് മാത്രമാണ് ആകെയുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ശാസ്ത്രീയ സംസ്കരണം നടക്കുന്നില്ലെന്നും നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ട്. ബ്രഹ്മപുരത്ത് തീയും പുകയും അടച്ചെങ്കിലും ജാഗ്രതയിലാണ് കൊച്ചി. ഒരാഴ്ച അഗ്നിശമന സേനയുടെ നിരീക്ഷണം തുടരും. കൊച്ചിയിലെ വായു മലിനീകരണം പഠിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് സമിതിയെ നിയോഗിച്ചു. പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സർവേയും ആരംഭിച്ചു. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സർക്കാരിനൊന്നും മറയ്ക്കാനില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ബ്രഹ്മപുരം മലിനീകരണ വിഷയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഹൈബി ഈഡൻ എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സഹായം അനിവാര്യമെന്നും ഹൈബി ഈഡൻ. സോണ്ട ഇൻഫ്രാടെക്കിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ സിപിഎം സമൂഹമാധ്യമങ്ങളിലൂടെ ഭയപ്പെടുത്തുന്നുവെന്ന ആരോപണവുമായി കൊച്ചി മുൻ മേയർ ടോണി ചമ്മണി. സോണ്ടയുടെ എതിരാളിയായ കമ്പനിയുടെ ഉടമ തന്റെ ബന്ധുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. സിപിഎം ജില്ലാ സെക്രട്ടറി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ടോണി ചമ്മണി. സോണ്ടയെ തള്ളി ജർമ്മൻ കമ്പനി ബോവർ. ബ്രഹ്മപുരത്ത് സോണ്ടയുടെ പങ്കാളിയല്ലെന്നും ബംഗളൂരുവിൽ സോണ്ട നടത്തിയ തട്ടിപ്പിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും എൻ.ഡി. പാട്രിക് ബോവർ പറഞ്ഞു. രാഷ്ട്രീയ സ്വാധീനം മൂലം സോണ്ട അന്വേഷണം അട്ടിമറിച്ചുവെന്നും അവർക്കെതിരെ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും പാട്രിക്. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി മേയർ എം അനിൽകുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എബിവിപി പ്രവർത്തകർ കൊച്ചി കോർപ്പറേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഡിസിസി ഓഫീസിൽ നിന്ന് ആരംഭിച്ച യൂത്ത് കോൺഗ്രസ് മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബ്രഹ്മപുരത്തെ തീ അണച്ച ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയ ആഹ്ലാദ പ്രകടനം ശ്രദ്ധേയമാകുന്നു. തൃക്കാക്കര സ്റ്റേഷൻ ഓഫീസർ സതീഷിനെ തോളിലേറ്റി എറണാകുളം ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാർ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് വൈറലാകുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥൻ താഴെയുള്ള ഉദ്യോഗസ്ഥനെ തോളിലേറ്റണമെങ്കിൽ ആ വകുപ്പിന്റെ പേര് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നായിരിക്കണമെന്ന ക്യാപ്ഷനോടെയാണ് വകുപ്പ് തന്നെ ഇത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ഞെളിയൻപറമ്പ് മാലിന്യ സംസ്കരണ കരാറിൽ നിന്ന് സോണ്ട ഇൻഫ്രാടെക്കിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. കരാർ റദ്ദാക്കണമെന്നാണ് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ആവശ്യം. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ബിജെപി മാർച്ച് നടത്തി. ബ്രഹ്മപുരം വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വി.ഡി. സതീശൻ. മന്ത്രി പറഞ്ഞത് അവാസ്തവമാണ്. ഒരാരോഗ്യ പ്രശ്നങ്ങളുമില്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും ബ്രഹ്മപുരത്ത് നടന്നത് വലിയ കബളിപ്പിക്കലാണെന്നും പ്രതിപക്ഷ നേതാവ്. ലൈഫ് മിഷൻ കേസിൽ എം.എ. യൂസഫ് അലിയുടെ മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് നൽകി. മറ്റന്നാൾ ഹാജരാകാമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ വിജേഷ് പിള്ളയ്ക്കെതിരെ കർണാടക പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ തള്ളി എം.എ. യൂസഫ് അലി. പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ പല ആരോപണങ്ങളും ഉയരും. അതിനെതിരെ ധൈര്യപൂർവ്വം മുന്നോട്ടു പോകും. ഇഡിയുടെ നോട്ടീസിനെ കുറിച്ച് ഇത് റിപ്പോർട്ട് ചെയ്തവരോട് ചോദിക്കണമെന്നും സമൂഹമാധ്യമങ്ങളിൽ പറയുന്നത് തന്നെയും ലുലുവിനെയും ബാധിക്കില്ലെന്നും യൂസഫ് അലി.
സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഓരോ ഘട്ടവും വിശദീകരിക്കാനാകില്ലെന്നും എം.വി. ഗോവിന്ദൻ. സിപിഎം നേതൃത്വവുമായി ചർച്ച നടത്തിയ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾ. സഭാ തർക്കത്തിൽ നിയമനിർമ്മാണം നടത്താനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ, അടൂർ ഭദ്രാസനാധിപൻ സഖറിയാസ് മാർ അപ്രേം എന്നിവർ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനുമായി ചർച്ച നടത്തിയത്. സഭാ തർക്കത്തിൽ നിയമനിർമ്മാണ ബിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നിന്ന് പിന്നോട്ടു പോകണമെന്ന് സഭാ നേതൃത്വം. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മുഖ്യമന്ത്രി സഭാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും എം.വി. ഗോവിന്ദൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ആര് മത്സരിച്ചാലും എൽ.ഡി.എഫ് ജയിക്കുമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ. ഗോപി വന്നാൽ സ്വന്തം മുഖം ഒരിക്കലും ആഗ്രഹിക്കാത്ത വിധം തോൽക്കും. തലശ്ശേരിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലെയുള്ള സഖ്യമാണ് സുരേഷ് ഗോപി മത്സരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും എം.വി. ജയരാജൻ. കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തിച്ച കേസിലെ പ്രതി പിടിയിൽ. കാപ്പ കേസിൽ പ്രതിയായിരുന്ന പുതിയതെരു സ്വദേശി ഷമീമിനെ ബലം പ്രയോഗിച്ചാണ് പോലീസ് പിടികൂടിയത്. കസ്റ്റഡിയിലെടുക്കുമ്പോൾ പ്രതി പോലീസിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു. സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടലുകൾ ചോദ്യം ചെയ്ത് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. ഇത് സംബന്ധിച്ച് സർക്കാരിന് അനുകൂലമായ നിയമോപദേശം ലഭിച്ചു. നിർണായക ബില്ലുകൾ ഗവർണർ തടഞ്ഞുവെക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കും. പിന്തുടർച്ചാവകാശ നിയമത്തിലെ വിവാദങ്ങളിലും അഭിപ്രായ ഐക്യമില്ലാതെ മുസ്ലിം ലീഗ്. ശരീഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് മതപണ്ഡിതരെന്ന് സാദിഖ് അലി തങ്ങൾ. തിരുത്തേണ്ടവർക്ക് മതത്തിന് പുറത്തുപോകാമെന്ന നിലപാടിലാണ് കെ.എം. ഷാജി. സമസ്ത നടപടിയെടുത്ത ഹക്കീം ഫൈസി അദ്രിശ്ശേരിക്കൊപ്പം ശരീഅത്ത് സംവാദത്തിൽ കെ.എം. ഷാജി പങ്കെടുത്തതും ചർച്ചയാകുന്നു. പത്തനംതിട്ടയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് ജില്ലയിലെ സ്റ്റേഷനുകളുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്നു. ജില്ലയിൽ 24 പോലീസ് സ്റ്റേഷനുകളിലായി 105 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് വേണ്ടത്. നിലവിൽ 87 വനിതാ ഉദ്യോഗസ്ഥരാണുള്ളത്. സ്ത്രീപീഡന കേസുകളിലും പോക്സോ കേസുകളിലും വനിതാ പോലീസുകാരുടെ സേവനം ആവശ്യമാണെന്നിരിക്കെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. വിമാനത്തിനുള്ളിൽ ഒളിപ്പിച്ച 2.7 കിലോ സ്വർണമാണ് കസ്റ്റംസ് പിടിച്ചത്. പുലർച്ചെ ഷാർജയിൽ നിന്നെത്തിയ വിമാനത്തിലാണ് സ്വർണം കണ്ടെത്തിയത്. കൊച്ചി കുണ്ടന്നൂരിൽ തുറസായ പറമ്പിൽ തീപിടുത്തം. കുണ്ടന്നൂർ പെട്രോൾ പമ്പിനടുത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കോഴിക്കോട് മാവൂർ കൽപ്പള്ളിയിൽ ഉണ്ടായ ബസ് അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മാവൂർ അടുവാട് സ്വദേശി അർജുൻ സുധീറാണ് മരിച്ചത്. ബസ് സ്കൂട്ടറിലിടിച്ച് വയലിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. കോഴിക്കോട് അരീക്കോട് റൂട്ടിലോടുന്ന കാശിനാഥ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുറ്റിക്കാട്ടൂർ പൈങ്ങോട്ടുകുന്ന് പാലോറമലയിൽ തീ പടർന്നു. പ്രദേശത്ത് ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. തിരുവനന്തപുരം ചിറയൻകീഴിൽ ഓടിക്കൊണ്ടിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സിന് തീപിടിച്ചു. ചിറയൻകീഴിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സിൽ അഴൂർ കാറ്റാടിമുക്കിൽ വെച്ചാണ് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ബസ് പകുതിയിലേറെ കത്തിനശിച്ചു. ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ.സി.പി. കേസിൽ ശാസ്ത്രീയമായ അന്വേഷണം വേണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജ് എ.സി.പി. കമ്മീഷണർക്ക് കത്ത് നൽകി. കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ കയറി സ്ത്രീകളോടടക്കം മോശമായി പെരുമാറിയെന്ന് പരാതി. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. ബഹളം കേട്ടെത്തിയ സമീപവാസിയെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തു. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധം കടുക്കുന്നു. വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് IMA. എന്നാൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചതിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. അട്ടപ്പാടിയിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു. കരുവാര ആദിവാസി ഊര് നിവാസി മരുതന്റെ ഭാര്യ സൗമ്യയാണ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ജീപ്പിൽ പ്രസവിച്ചത്.
തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വേനൽ കടുക്കുന്തോറും ഒരു തുള്ളി വെള്ളത്തിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് അമ്പൂരി നെല്ലിക്കാമലയിലുള്ളവർ. പൂങ്കാവനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സന്മതി ഉദ്യാനം കാടുപിടിച്ച് നശിക്കുന്നു. തലസ്ഥാനത്തെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന എരുമക്കുഴിയാണ് മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റിയത്. പാർക്കിനു പിന്നിൽ വീണ്ടും മാലിന്യങ്ങൾ നിറഞ്ഞതോടെ സന്ദർശകരും ഈ വഴി വരാതെയായി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ കൾച്ചറൽ സെന്ററിന്റെ പ്രഥമ തലേക്കുന്ന് അവാർഡ് കഥാകൃത്ത് ടി പത്മനാഭന്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വരുന്ന 25-ന് അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പുരസ്കാരം സമ്മാനിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.